ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെന്താ പഴയ യൂട്യൂബർമാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ? നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ മടി പിടിച്ച് പിന്നെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്ന എന്നെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തൂടെ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൂടെ? കമൻറ്റ് ചെയ്തൂടെ? ഒരു സബ്സ്ക്രിപ്ഷൻ എങ്കിലും തന്നൂടെ? എന്താ പ്രശ്നം? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 കുറിച്ചാണ്. 8ന്റെ പണി എന്ന് നമുക്ക് പറയാം. അതല്ല, ലാലേട്ടൻ പറഞ്ഞ 7ന്റെ പണി. അത് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് മാത്രമല്ല, പുറത്തുള്ള യൂട്യൂബർമാർക്കും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് പേരെങ്കിലും, അല്ലെങ്കിൽ ആ ഷോയോട് താല്പര്യമുള്ള വളരെ കുറച്ച് പേരെങ്കിലും കുറേ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്ന യൂട്യൂബർമാരെ ഒന്ന് നിയന്ത്രിക്കണമെന്നുള്ളത്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ന്യായീകരണ വീഡിയോയുമായി കുറേ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുമുണ്ട്. അതിനകത്തുള്ള ആർക്കോ കാശ് കൊടുത്തിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് വീഡിയോയായിട്ട് പുറത്ത് വിടുകയും ചെയ്യുന്ന ചിലരെ ഉദ്ദേശിച്ചാണ് ലാലേട്ടൻ അത് പറഞ്ഞത്. അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. അവരുടെ ന്യായീകരണ വീഡിയോ രാവിലെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, ചെയ്യുന്നത് ശരിയാണോ? ഇത് കാണാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സസ്പെൻസ് TV-യിലൂടെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ആദ്യമേ തന്നെ യൂട്യൂബിൽ ഇത്തരം വീഡിയോകൾ ഇടുകയും അതിന് ലൈക്കും കമൻറ്റും ഒക്കെ വാരി കൂട്ടുകയും ചെയ്യുന്ന ചിലരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്, അല്ലെങ്കിൽ അത് ഒരു ഉപജീവന മാർഗമായിട്ട് കണ്ടുകൊണ്ട് അവരത് ചെയ്യുന്നു എന്ന് ഉണ്ടെങ്കിൽ കൂടിയും ഈ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഞാനിത് കുറേ നാളായി പറയണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ്. എന്തുകൊണ്ടോ ഇന്നലെ അത് നടന്നിരിക്കുന്നു. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. അങ്ങനെ തന്നെയല്ലേ വേണ്ടിയിരുന്നത്? ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഷോയെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ ഷോയിൽ ജോലി ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. 400 പേരുണ്ട്. ഇതിൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഇതിനകത്തുള്ള എല്ലാവരും തെറ്റുകാരായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ആ ഷോയുടെ സത്യസന്ധത പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. കണ്ടസ്റ്റൻസ് തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രേണു സുധിയുടെ ഒരു വീഡിയോ വന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഔട്ട് ആവുകയാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിബുദ്ധിയോടുകൂടി രേണു സുധിക്ക് ആരോ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വയ്ക്കുകയും അത് രേണു സുധിയുടെ ചാനലിലൂടെ പുറത്തു വരികയും അതിനെ ആൾക്കാർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കാനുള്ളത്, ഈ നാട്ടിലുള്ള ജനങ്ങൾ മന്ദബുദ്ധികളല്ല. എല്ലാവരും ഇതൊന്നും കണ്ട് മിണ്ടാതിരിക്കുന്നവരല്ല. അത് ആ ഷോയുടെ ജെനുവിനിറ്റി തന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ദയവായത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. നടക്കുമോ നടക്കൂലേ എന്നുള്ളത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ വരും, അത് ഉറപ്പാണ്. എന്തായാലും ഇന്നലെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വേണം, അങ്ങനെ തന്നെ വേണം. ഇങ്ങനെയെങ്കിലും കുറേ പേരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റട്ടെ. ഏഷ്യാനെറ്റിന് കിട്ടുന്നതിനേക്കാൾ റീച്ച് സ്വന്തം ചാനലിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇച്ചിരി ഒരു തട്ടുകേടൊക്കെ വരും. എന്നിരുന്നാലും ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.